നിങ്ങൾ ഈ വാക്കിനെ ദ എന്നാണോ ദി എന്നാണോ ഉച്ചരിക്കാറുള്ളത്? സത്യത്തിൽ ഇത് രണ്ടും കറക്റ്റാണ് കേട്ടോ. പക്ഷെ ഉപയോഗിക്കുന്ന സ്ഥലം മാറും. അപ്പോൾ ദ എന്ന് എപ്പോൾ പ്രൊനൗൺസ് ചെയ്യണം, ദി എന്നെപ്പോൾ പ്രൊനൗൺസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദ, അല്ലേ? പക്ഷേ ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ പലർക്കും കൺഫ്യൂഷനാണ്. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ദ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ദായുടെ ഉപയോഗത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ദ സ്പെസിഫിക് തിങ് എന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക കാര്യം എന്നൊക്കെ പറയുന്ന പോലെ. എക്സാമ്പിൾ നോക്കാം. പ്ലീസ് ഗീവ് മീ എ പെൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്കൊരു പേന തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ താഴത്തെ എക്സാമ്പിൾ നോക്കിക്കേ. പ്ലീസ് ഗീവ് മീ ദ പെൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അതിൻ്റെ അർത്ഥം എനിക്ക് ആ പേന തരൂ എന്നായി. അപ്പോൾ പേന ചോദിച്ച ആൾക്കും ആരോടാണോ അത് ചോദിച്ചത് ആ ആൾക്കും കൃത്യമായിട്ടറിയാം അത് ഏത് പേനയെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഏത് പേനയാണ് ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനായിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ബാഗ് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാഗാണ് തരുന്നത്, അല്ലേ? പക്ഷെ ഒരു 3-4 ബാഗ് ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ആ ബാഗ് തരൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാഗ് ചൂണ്ടിക്കാണിച്ചിട്ട് പ്ലീസ് ഗീവ് മീ ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ബാഗ് ഏതാണോ ആ ബാഗാണ് എടുത്തു തരുന്നത്. അപ്പോൾ ചോദിക്കുന്നയാൾക്കും അത് തരുന്നയാൾക്കും കൃത്യമായിട്ടറിയാം ഇത് ഏത് ബാഗിനെ പറ്റിയാണ് അല്ലെങ്കിൽ പേനയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു കാര്യം എടുത്തു പറയാനായിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. ഇനി അടുത്ത രണ്ടാമത്തേതായിട്ട് ദ സെക്കൻഡ് ടൈം റൂൾ എന്ന് പറയും. അതായത് രണ്ടാമത് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ആൻ വെച്ചാണ് അതിനെ പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ എന്ത് കാര്യത്തെപ്പറ്റിയാണോ അത് രണ്ടാമത് വീണ്ടും പറയുമ്പോൾ എന്നുള്ളത് അല്ലെങ്കിൽ ആൻ എന്നുള്ളത് മാറി ദ ആയി മാറും. അപ്പോൾ ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഐ സോ എ ക്യാറ്റ്, ഞാൻ ഒരു പൂച്ചയെ കണ്ടു. ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ്, ആ കണ്ട പൂച്ചയുണ്ടല്ലോ അത് ഉറങ്ങുകയായിരുന്നു. അപ്പം ആദ്യമം ഐ സോ എ ക്യാറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ഒരു പൂച്ചയെ കണ്ടു, എ ക്യാറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് എങ്ങനെയായി? ദ ക്യാറ്റ് എന്നായി. ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് എന്ന് വെച്ചാൽ ആ കണ്ട പൂച്ച ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വീണ്ടും എ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് എന്ന് നമ്മൾ പറയത്തില്ല. വീണ്ടും ആ ക്യാറ്റിനെ വിശേഷിപ്പിക്കണമെങ്കിൽ ദ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ മതി. വേറൊരു എക്സാമ്പിളോട് നോക്കിയേ. ഐ സോ എ ബേർഡ് ഇൻ ദ ഗാർഡൻ, ഞാൻ ഒരു പക്ഷി ഗാർഡനിലിരിക്കുന്നത് കണ്ടു. പിന്നെ നമ്മൾ ആ പക്ഷിയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെ പറയണം? ദ ബേർഡ്. ആ ബേർഡ്, ദ ബേർഡ് വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച്, ആ പക്ഷി ഒരു മരക്കൊമ്പിൽ അല്ലെങ്കിൽ ഒരു മരച്ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. ദ ബേർഡ് സ്റ്റാർട്ടഡ് സിംഗിങ്, ആ പക്ഷി പാടുവാൻ തുടങ്ങി. അപ്പോൾ ആദ്യമം എ ബേർഡായിരുന്നു, പിന്നീട് ആ പക്ഷിയെ വിശേഷിപ്പിക്കുമ്പോൾ അല്ല ആ പക്ഷി എന്ന് പറയണമെങ്കിൽ നമ്മൾ ദ ബേർഡ് എന്നാണ് പറയുന്നത്. അതാണ് ദ സെക്കൻഡ് ടൈം റൂൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ദ ഒൺലി വൺ എന്ന് പറഞ്ഞാൽ ഈ കാര്യം ലോകത്തൊന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപിൽ നമ്മൾ ദ ചേർത്ത് വേണം പറയാനായിട്ട്. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ദ സൺ, ഈ ലോകത്തൊന്നേ ഉള്ളല്ലേ, അപ്പോൾ അതിന് പറയുമ്പോൾ അതിനെ ദ സൺ എന്ന് വേണം പറയാനായിട്ട്. ഇനി മൂൺ, ദ മൂൺ. അതുപോലെ സ്കൈ, ദ സ്കൈ. എർത്ത്, ദി എർത്ത്. അപ്പോൾ ലോകത്തൊന്ന് മാത്രമേ ഉള്ള കാര്യങ്ങളെ വിശേഷിപ്പിക്കുമ്പോഴത്തേന് ദ അതിൻ്റെ ഫ്രണ്ടിൽ ചേർത്ത് വേണം പറയാനായിട്ട്. അതാണ് മൂന്നാമത്തെ റൂൾ. അതായത് ദ ഒൺലി വൺ, ലോകത്ത് ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളുടെ മുൻപിൽ ദ ചേർക്കണം. ഇനിയുള്ളത് ദ ബെസ്റ്റ്, അതായത് ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ പറയുമ്പം അതിൻ്റെ ഫ്രണ്ടിലും ദ ചേർത്താണ് പറയാനായിട്ട്. അതായത് നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കൂ. ദിസ് ഈസ് ദ ബെസ്റ്റ് വീഡിയോ എന്ന് പറയാൻ, ഇത് ഏറ്റവും മികച്ച വീഡിയോ ആണ് എന്ന് പറയണമെങ്കിൽ ദ ബെസ്റ്റ് എന്ന് വേണം പറയാനായിട്ട്.
അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും വലുത്, ഏറ്റവും ഉയരമുള്ളത് എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അതിന് മുൻപിൽ നിർബന്ധമായിട്ട് നമ്മൾ ദ ചേർത്തിരിക്കണം. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഹീ ഈസ് ദ ടോളസ്റ്റ് ബോയ്. അവൻ ഏറ്റവും ഉയരമുള്ള പയ്യനാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ദ ടോളസ്റ്റ് എന്ന് തന്നെ പറയണം, അല്ലേ? നമ്മൾ ആ കാര്യത്തെ വിശേഷിപ്പിച്ച് പറയുകയാണ്. ഏറ്റവും ഉയരമുള്ളത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദ ടോളസ്റ്റ് എന്ന് വേണം പറയാൻ. അതാണ് 4ാമത്തെ റൂള്, ദ ബെസ്റ്റ്. ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ദ ചേർക്കണം. ഇനി പറഞ്ഞ പോലെ നിങ്ങളിതിനെ ദ എന്നാണോ ദി എന്നാണോ പ്രൊനൗൺസ് ചെയ്യാറുള്ളത് എന്ന് ഞാൻ ചോദിച്ചില്ലേ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണോ എന്ന് പറഞ്ഞു. പക്ഷേ ഇതെവിടെയൊക്കെയാണ് ദ എന്ന് ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ദി എന്ന് ഉച്ചരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് വവൽ സൗണ്ട്സിന് മുൻപിൽ വരുമ്പോഴാണ്. ഏതൊക്കെയാണ് വവൽ സൗണ്ട്സ്? എ, ഇ, ഐ, ഒ, യു. ഈ വവൽ സൗണ്ട്സിന് മുൻപിൽ വരുമ്പോൾ അത് ദ എന്നല്ല ഉച്ചരിക്കേണ്ടത്, ദി എന്നാണ്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദി ആപ്പിൾ, ദി എൻഡ്, ദി ഐഡിയ, ദി എഗ്, ദി എലിഫൻറ്റ്, ദി അംബ്രല്ല. അപ്പം വവൽ സൗണ്ടിന് ഫ്രണ്ടിൽ വരുമ്പോഴത്തേന് നമ്മൾ ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ദി എന്നാണ്. ഇനി അപ്പോൾ ദ എന്നെപ്പോഴാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ദ എന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കൺസണൻറ്റ് സൗണ്ട്സിന് മുൻപിൽ വരുമ്പോഴാണ്. അപ്പോൾ ഏതാണ് കൺസണൻറ്റ് സൗണ്ട്സ്? എ, ഇ, ഐ, ഒ, യു എന്നുള്ള വവൽസ് ഒഴിച്ച് വരുന്ന ബാക്കി ലെറ്റേഴ്സ്, അല്ലേ? അതാണ് കൺസണൻസ്. അപ്പോൾ കൺസണൻറ്റ് സൗണ്ട്സിന് മുൻപിൽ വരുമ്പോഴത്തേന് അതിനെ ദ എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ദ കാർ, ദ വീഡിയോ, ദ കിങ്, ദ ബുക്ക്, ദ ക്യാറ്റ്, ദ ഡോഗ്. ഇപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ? എവിടെയാണ് ദ എന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, എവിടെയാണ് ദി എന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ദായെപ്പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.